വാഹനങ്ങളുടെ പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിശ്ചലമായതുമൂലം കുറച്ച് ദിവസങ്ങളായി വാഹന ഉടമകൾ നട്ടം തിരിയുകയാണ്. പ്രത്യേകിച്ച് പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ചവർ. കഴിഞ്ഞ വെള്ളി, ശനി, തിങ്കൾ ദിവസങ്ങളിൽ പുക പരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുവാനായില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അറിയുന്നത്. എന്നാൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതോർത്ത് ആശങ്കപ്പെടേണ്ടെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഫെബ്രുവരി 22-നും 27-നും ഇടയിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ച വാഹനങ്ങൾക്ക് പിഴ ചുമത്തുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നു. വാഹനം ടെസ്റ്റ് ചെയ്യുന്നതിനും മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾക്കും പുക പരിശോധന നിർബന്ധമാണ്. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വാഹൻ പോർട്ടൽ സാങ്കേതിക കാരണങ്ങളാൽ ഫെബ്രുവരി 22 മുതൽ പ്രവർത്തനരഹിതമായെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സോഫ്റ്റ്വെയർ സെർവർ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ രാജ്യവ്യാപകമായി ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാൻ ഇനിയും താമസമെടുക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിലച്ചതോടെ ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളും തടസ്സപ്പെടുമെന്നും ടെസ്റ്റിംഗ് വൈകിയാൽ വാഹന ഉടമകൾ പിഴ അടയ്ക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടേത് അല്ലാത്ത കാരണങ്ങളാൽ ബുദ്ധിമുട്ട് നേരിടുകയാണ് വാഹന ഉടമകൾ. നാലാമത്തെ ദിവസമാണ് സൈറ്റ് ഇല്ലാഞ്ഞിട്ട് പുക പൊല്യൂഷൻ എടുക്കാൻ സാധിക്കാതിരിക്കുന്നത്. ഇന്നലെ 3 പ്രാവശ്യം വന്നു, ഇന്നിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സൈറ്റ് സ്ലോ ആയിട്ടാണ്. ഇത് മനഃപൂർവ്വമായി തടസ്സപ്പെടുത്തുകയാണെന്ന് സെന്റർ ഉടമകളും പരാതി പറയുന്നു. അല്ലെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളോട് പറയുമ്പോൾ മറുപടിയില്ലാതെ കൈമലർത്തുകയാണെന്ന് അസോസിയേഷൻ ഓഫ് ഓതറൈസ്ഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഫോർ മോട്ടോർ വെഹിക്കിൾ ഭാരവാഹികൾ പറഞ്ഞു. വ്യക്തമായ മറുപടിയോ പരിഹാരമോ നിർദ്ദേശങ്ങളോ അവർക്ക് ഇല്ലാത്തത് ദുരൂഹമാണ്. വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളെ നിശ്ചലമാക്കുന്ന ഇത്തരം പ്രവണത കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.